ഹലോ മൈഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന്റെ കണക്റ്റഡ് പോയിന്റ് ആണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ബന്ധപ്പെട്ട് ഉൽപ്പന്ന ബാധ്യതാ പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കും എങ്കിൽ. അപ്പൊ ഇവിടെ നമ്മൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം പല രീതിയിൽ വരാം. അതായത് ഒരു ഉൽപ്പന്ന നിർമ്മാതാവിന്റെ ബാധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? ഉൽപ്പന്ന നിർമ്മാതാവിന്റെ ബാധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട കാര്യം. ഇതുപോലെ തന്നെ നമുക്ക് എന്തും ഉണ്ട്, സേവനദാതാവിന്റെ ബാധ്യസ്ഥതയും ഉണ്ട്. രണ്ടും കൂടെ തെറ്റിപ്പോകരുത്. രണ്ടും രണ്ട് സെക്ഷനിലായിട്ടാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്നത്. എന്താണ്? നിർമ്മാതാവ് എന്നത് പറയുന്നത് പോലെ സേവനദാതാവ് എന്ന് പറയുന്ന രീതിയിലും ചോദ്യം വരാം. ഇത് അടുത്തടുത്ത രണ്ട് സെക്ഷനിലായിട്ടാണ് കിടക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എങ്ങനെയാണ്? ഉൽപ്പന്നത്തിൽ ഒരു നിർമ്മാണ വൈകല്യം അടങ്ങിയിരിക്കുന്നു. ഉൽപ്പന്നത്തിന്റെ രൂപകൽപ്പനയിലെ പിഴവ് അല്ലെങ്കിൽ വൈകല്യം, പാലിക്കപ്പെടേണ്ട നിർമ്മാണ സവിശേഷതകളിൽ നിന്നുള്ള വ്യതിയാനം, ഉൽപ്പന്നം എക്സ്പ്രസ് വാറണ്ടിയുമായി പൊരുത്തപ്പെടുന്നില്ല. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് 4 കണ്ടന്റുകളും കറക്റ്റ് ആണ്. ഏത് റിലേറ്റ് ചെയ്ത്? ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയാണ്? നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന വൈകല്യം ഉൽപ്പന്നം നിർമ്മിച്ച വ്യക്തി ബാധ്യസ്ഥനാണോ? എസ്. രൂപകൽപ്പനയിലുള്ള അതിനകത്ത് ഡിസൈനകത്ത് എന്തെങ്കിലും പിഴവ് സംഭവിച്ചാലോ വൈകല്യം സംഭവിച്ചാലോ അങ്ങേര് അതിനകത്ത് ബാധ്യസ്ഥനായിരിക്കും. ഇനി പാലിക്കപ്പെടേണ്ട കുറച്ച് നിർമ്മാണ സവിശേഷതകൾ ഉണ്ടായിരിക്കത്തില്ലേ, അതിനകത്തുനിന്നുള്ള വ്യതിയാനവും പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇനി എന്താണ്? എക്സ്പ്രസ് വാറണ്ടിയുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. ഈ 4 കാര്യങ്ങളാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? നിർമ്മാണ വൈകല്യം, രൂപകൽപ്പനയിലെ പിഴവ്, തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പെസിഫിക്കേഷനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട്, ദെൻ എക്സ്പ്രസ് വാറണ്ടിയുമായി പൊരുത്തപ്പെടുന്നില്ല. മിക്കവാറും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കകത്തൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ മേ ബി വരാവുന്നതാണ്. ഇനിയും 2020 ജൂലൈ മാസം 20 ആണ് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അംഗീകരിച്ചത് അല്ലെങ്കിൽ നിലവിൽ വന്നത്. 2020 ജൂലൈ മാസം 20 ആണ്. ഇതിനകത്തുള്ള അധ്യായങ്ങളുടെ എണ്ണം 8ഉം വകുപ്പുകളുടെ എണ്ണം 107 ആണ്. വകുപ്പുകളുടെ എണ്ണം 107ഉം അധ്യായങ്ങളുടെ എണ്ണം 8ഉം ആണ്. പിന്നെ മുമ്പേ ആദ്യമേ പറഞ്ഞു നിർമ്മാതാവിന്റെ ബാധ്യത. ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 84 പ്രകാരം. സേവനദാതാവിന്റെ ബാധ്യത എന്ന് ചോദിക്കുമ്പോൾ ഏത് പറയണം? സെക്ഷൻ 85. മനസ്സിലായോ? അതായത് ഉൽപ്പന്നത്തിന്റെ നിർമ്മാതാവും ഉണ്ട്, സേവനദാതാവും ഉണ്ട്. അപ്പൊ നിർമ്മാതാവിന്റെ ബാധ്യത സെക്ഷൻ 84ലും സേവനദാതാവിന്റെ ബാധ്യത സെക്ഷൻ 85ലും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ പഠിക്കുന്നത് ഉൽപ്പന്ന നിർമ്മാതാവിന്റെ ബാധ്യതയാണ്. എന്താണ്? ഉൽപ്പന്ന നിർമ്മാതാവിന്റെ ബാധ്യതയാണ് ഈ പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ആ ക്വസ്റ്റിനകത്ത് പേപ്പറിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ? നിർമ്മാണ വൈകല്യം. ക്ലിയർ? ഇനി രണ്ടാമത്തതാണ് രൂപകൽപ്പനയിൽ തകരാറുണ്ട്. മൂന്നാമത്തതാണ് ഏതാ? വ്യത്യാസം അല്ലെങ്കിൽ സവിശേഷതകൾ, സ്പെസിഫിക്കേഷനകത്ത് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എക്സ്പ്രസ് വാറണ്ടി പാലിക്കുന്നില്ല എങ്കിൽ. എന്തൊക്കെയാണ്? നിർമ്മാണ വൈകല്യം, രൂപകൽപ്പനയിൽ ഉണ്ടാകുന്ന തകരാറ്, സ്പെസിഫിക്കേഷനിൽ നിന്നുള്ള വ്യതിയാനം, ഉൽപ്പന്നം എക്സ്പ്രസ് വാറണ്ടി പാലിക്കുന്നില്ല. ഇതിനകത്ത് ഏത് വന്നാലും ഉൽപ്പന്ന നിർമ്മാതാവിന് എതിരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ ഏതെങ്കിലും ദോഷം തടയുന്നതിനോ അനുചിതമായതോ തെറ്റായതോ ആയ ഉപയോഗത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പോ തടയുന്നതിനോ ശരിയായ ഉപയോഗത്തിനെ കുറിച്ച് മതിയായ നിർദ്ദേശങ്ങൾ ഉൽപ്പന്നത്തിൽ അടങ്ങിയിരിക്കുന്നില്ല. ഇപ്പൊ മിക്ക ഉൽപ്പന്നങ്ങളെയും സംബന്ധിച്ചിട്ട് അതിനകത്ത് എന്തുണ്ടായിരിക്കും? ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണും. പക്ഷെ ചില പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ കാണാറില്ലല്ലോ ആ ഉള്ളിനകത്ത്. അപ്പൊ അതായത് മുന്നറിയിപ്പുകളും, നിങ്ങൾക്ക് ഈ സംഭവം അങ്ങനെ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഒരു കുക്കറൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്തായാലും അതിന്റെ ബ്രോഷറൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ പ്രിക്കോഷൻസ് എന്തൊക്കെ എടുക്കണം എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. ഇതൊന്നും അടങ്ങിയിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് പരാതിപ്പെടാവുന്നതാണ്. അടുത്തത്, ഉൽപ്പന്നത്തിന്റെ എക്സ്പ്രസ് വാറണ്ടി നൽകുന്നതിൽ താൻ അശ്രദ്ധയോ വഞ്ചനയോ കാണിച്ചിട്ടില്ലെന്ന് തെളിയിച്ചാലും
ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ഒരു ഉൽപ്പന്ന ബാധ്യതാ നടപടിയിൽ ബാധ്യസ്ഥനായിരിക്കും. എക്സ്പ്രസ് വാറന്റ് നൽകുന്നതിൽ അശ്രദ്ധയോ വഞ്ചനയോ കാണിച്ചിട്ടില്ലെന്ന് തെളിയിച്ചാലും ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ഒരു ഉൽപ്പന്ന ബാധ്യതാ നടപടിയിൽ ബാധ്യസ്ഥനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓൾറെഡി നമുക്ക് ഈ പറയുന്ന 4 പോയിന്റുകൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ബാലൻസ് രണ്ടുകൂടി ഇനി ചോദിക്കാവുന്നതാണ്. അപ്പൊ അതായത് പ്രിക്കോഷൻസ് തടയുന്നതിനോ അല്ലെങ്കിൽ ഈ പറയുന്ന തെറ്റായിട്ടുള്ളതോ ശരിയായിട്ടുള്ള ആയിട്ടുള്ള ഉപയോഗങ്ങളെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊന്നും ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്നില്ല എങ്കിലും അവർക്കെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ഉൽപ്പന്നത്തിന്റെ എക്സ്പ്രസ് വാറന്റ് നൽകുന്നതിൽ താൻ അശ്രദ്ധയോ വഞ്ചനയോ കാണിച്ചിട്ടില്ലെന്ന് തെളിയിച്ചാൽ പോലും ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ഒരു ഉൽപ്പന്ന ബാധ്യതാ നടപടിയിൽ ബാധ്യസ്ഥനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാധ്യസ്ഥനാണ്. ബാക്കിയുള്ള കണ്ടീഷൻസ് എല്ലാം ഇതിൽ ബാധിക്കുന്നതാണ്, അങ്ങർക്കെതിരെ ബാധിക്കുന്നതാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ഉൽപ്പന്ന നിർമ്മാതാവ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്തുകൂടെ പഠിച്ചു വെച്ചിരിക്കണം? സർവീസ് പ്രൊവൈഡേഴ്സിനെ പറ്റിയിട്ടൂടെ പഠിച്ചു വെച്ചിരിക്കണം. ഇത് ഏത് സെക്ഷനിനകത്താണ് പറഞ്ഞിരിക്കുന്നത്? 85-ലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 84-ലാണ് നിർമ്മാതാവിനെ പറ്റി പറയുമ്പോൾ സേവനദാതാവ് അഥവാ സർവീസ് പ്രൊവൈഡേഴ്സിനെ പറ്റി പറയുന്നത് 85-ലാണ്. അപ്പൊ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിഫറെന്റ് ആണ്. നിർമ്മാതാവിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വ്യത്യസ്തം ആണ്. ഒരു നിയമപ്രകാരമോ അല്ലെങ്കിൽ കരാർ പ്രകാരമോ നൽകേണ്ട സേവനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളോ കുറവുകളോ ഗുണനിലവാരമില്ലായ്മയോ ഉണ്ട് എങ്കിൽ, അതായത് ഒരു നിയമം അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് പ്രകാരം നൽകേണ്ട സേവനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളോ കുറവുകളോ ഗുണനിലവാരമില്ലായ്മയോ ഉണ്ട് എങ്കിൽ ആര് ഉത്തരവാദിയായിരിക്കും? ആ സർവീസ് ചെയ്തിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ സർവീസ് പ്രൊവൈഡർ അതിന് ഉത്തരവാദി ആയിരിക്കും. ഒരു നിയമപ്രകാരമോ അല്ലെങ്കിൽ കരാർ പ്രകാരമോ നൽകേണ്ട സേവനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളോ കുറവുകളോ ഗുണനിലവാരമില്ലായ്മയോ ഉണ്ട് എങ്കിൽ, സേവനദാതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയോ അശ്രദ്ധയോ അല്ല എങ്കിൽ, ബോധപൂർവം വിവരങ്ങൾ മറച്ചു വെച്ചതോ കാരണം എന്തെങ്കിലും ദോഷം സംഭവിക്കുകയാണ് എങ്കിൽ ആ സർവീസ് പ്രൊവൈഡർ, അവിടെ എല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ആരെ പറ്റി പറയും? സേവനദാതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയോ അശ്രദ്ധമായോ അല്ലെങ്കിൽ ബോധപൂർവമായി ചില വിവരങ്ങൾ മറച്ചു വെക്കുന്നതും എന്തു തന്നെയാണ്? ദോഷം സംഭവിക്കാൻ റീസൺ ആണ്. അപ്പൊ അതും എന്തു തന്നെയാണ്? അവർക്കെതിരെ നമുക്ക് പരാതിപ്പെടാവുന്നതാണ് സർവീസ് പ്രൊവൈഡേഴ്സിനെ പറ്റിയിട്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഒഴിവാക്കുന്നതിനായി ആവശ്യമായ നിർദ്ദേശങ്ങളോ മുന്നറിയിപ്പുകളോ ഇവര് പരാജയപ്പെട്ടത്, അതായത് മുമ്പേ പറഞ്ഞു എന്തെങ്കിലും സേവനദാതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയോ അശ്രദ്ധയോ അല്ലെങ്കിൽ ബോധപൂർവം വിവരങ്ങൾ മറച്ചു വെച്ചതോ കാരണം എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ സർവീസ് പ്രൊവൈഡേഴ്സിനെതിരെ നമ്മൾക്ക് നടപടിക്ക് പോകാവുന്നതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഒഴിവാക്കുന്നതിനായി ആവശ്യമായ നിർദ്ദേശങ്ങളോ മുന്നറിയിപ്പോ നൽകുന്നതിൽ അവർ പരാജയപ്പെട്ടാലും ഈ ഒരു നമുക്ക് ഫയൽ ചെയ്യാവുന്നതാണ്. തങ്ങൾ നൽകാമെന്ന് ഏറ്റിരുന്ന ഉറപ്പിനോ അല്ലെങ്കിൽ അതായത് എക്സ്പ്രസ് വാറണ്ടി അല്ലെങ്കിൽ കരാറിലെ നിബന്ധനകൾക്കോ വിരുദ്ധമായാണ് സേവനം നൽകിയതെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ, അപ്പം അതായത് പ്രൊഡക്ട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. എന്താണ്? സർവീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കാണ് സേവന ദാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരു നിയമപ്രകാരമോ അല്ലെങ്കിൽ കരാർ പ്രകാരമോ നൽകേണ്ട സേവനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളോ കുറവുകളോ ഗുണനിലവാരമില്ലായ്മയോ ഉണ്ട് എങ്കിൽ നമുക്ക് സർവീസ് പ്രൊവൈഡേഴ്സിനെതിരെ പരാതി നൽകാവുന്നതാണ്. സേവനദാതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയോ അശ്രദ്ധയോ അല്ലെങ്കിൽ ബോധപൂർവം വിവരങ്ങൾ മറച്ചു വെച്ചതോ കാരണം എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, പിന്നെ ദോഷങ്ങൾ ഒഴിവാക്കുന്നതിനായി ആവശ്യമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകുന്നതിന് സേവനദാതാവ് പരാജയപ്പെട്ടാൽ, പിന്നെ എക്സ്പ്രസ് വാറണ്ടി ഒക്കെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കരാറിലെ നിബന്ധനകൾക്ക് വിരുദ്ധമായാണ് സേവനം നൽകിയതെങ്കിൽ, അതായത് നമ്മൾക്കിപ്പോൾ എക്സ്പ്രസ് വാറണ്ടി ഉണ്ട്, ഇപ്പൊ നമ്മൾക്ക് അവർ സർവീസിന് ഒരു വന്ന സമയത്ത് വീണ്ടും നമ്മളുടെ കയ്യിൽ നിന്ന് പൈസകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അല്ലെങ്കിൽ കരാറിലെ നിബന്ധനകൾക്ക് വിരുദ്ധമായാണ് സേവനം നൽകിയത് എങ്കിൽ അതിനെതിരെ നമുക്ക് പരാതി പറയാവുന്നതാണ്. ഇപ്പൊ ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അനുസരിച്ച് ഉൽപ്പന്ന ബാധ്യതാ പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കും. ഇപ്പൊ നിർമ്മാതാവിന്റെ ചോദ്യമാണ്. ഇപ്പൊ ഇവർക്ക് കൂടുതൽ മാർക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത്, നിർമ്മാണം ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതേസമയം സർവീസ് പ്രൊവൈഡേഴ്സ് ചോദിക്കുവാണെങ്കിൽ സർവീസ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കണം ഈ കണ്ടന്റുകളെല്ലാം വരുന്നത്. കണ്ടന്റ് മനസ്സിലായോ? ഏത് രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം കോഴ്സിലേക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. 45 days സ്റ്റഡി പ്ലാൻ വിത്ത് PDF ആൻഡ് റെക്കോർഡ് വീഡിയോ.
GK ടോപ്പിക്സ് കംപ്ലീറ്റ് അവിടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ആർട്സ്, സ്പോർട്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, കമ്പ്യൂട്ടർ, ഹിസ്റ്ററി, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ജോഗ്രഫി എന്നിവയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 208 ടോപ്പിക്സ്. അതായത് ഇനി എല്ലാം കൂടെ വാരി വലിച്ച് നമുക്ക് പഠിക്കാൻ സമയമില്ല. പക്ഷേ ഈ 208 ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാതിട്ടുണ്ടെങ്കിൽ GK പോർഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.